മാർക്കോ ഞാൻ കണ്ടു. മാർക്കോ കണ്ടു. വയലൻറ്റ് ഫിലിം ആണെന്ന് കേട്ടു. മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ മൂവി ഹിസ്റ്ററി. ശരിയാണ്, മൂവി ഹിസ്റ്ററിയിൽ ഏറ്റവും വയലൻ്റ് ആണ്. വയലൻ്റ് ഇൻ എ സെൻസ് ബിക്കോസ് വയലൻസ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ആണുങ്ങളുടെ അടുത്ത് എത്ര വയലൻസ് കാണിച്ചാലും അത്ര പ്രശ്നമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ തന്നെ ഒരുപാട് മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നുണ്ട്. എല്ലാ സിനിമയിലും കുറേ മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നുണ്ട്. ഇപ്പോൾ കില്ലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സിനിമ എടുത്താലും കുറേ ആണുങ്ങളെ എത്ര പേരെ വെട്ടിയാലും വയലൻ്റാണ്. ഇന്നത്തെ പക്ഷേ വെട്ടിയേക്കുന്നത് ആണുങ്ങളെ മാത്രമല്ല, കൊച്ചുങ്ങളെ ആൻഡ് ഗേൾസ് ഓൾസോ. ഗേൾസല്ല, ഗേൾസിനെതിരെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ഈസ് പണിഷബിൾ എന്ന് കാണിക്കില്ല. അതുപോലെ ഇതിനകത്ത് അതാണ് കൂടുതൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡിൻ്റെ അഗെയിൻസ്റ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ഡിസ്ക്ലെയിമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് കുറേയൊക്കെ ബൊമ്മ വെച്ചിട്ടാണ് ചെയ്യണത്. ആൻഡ് അധികം സീനൊക്കെ ഭയങ്കര പ്രോസറ്റിക് മേക്കപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യണമെങ്കിൽ ഇറ്റ് മേക്ക് ലുക്ക് റിയൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വയലൻസൊക്കെ റിയലാണെന്ന് തോന്നും. ഇടയ്ക്ക് നമുക്ക് എന്തോ ഇവിടെയൊക്കെ എന്നാണ്ട് പോലെ തോന്നും, നെഞ്ചിനകത്ത് എന്താണ്ടൊക്കെ പോലെ തോന്നും, ലൈക്ക് ഇറ്റ്സ് റിയൽ. ആൻഡ് ആക്ച്വലി അതിനുവേണ്ടി ഞാൻ ഒരു റീൽ കണ്ടായിരുന്നു. മാർക്കോ അത്രയും വയലൻ്റ് ആക്കണത് അതിൻ്റെ മേക്കപ്പാണ്. യെസ്, ഇറ്റ്സ് ഷുവർ. പിന്നെ ഞാൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഈ മാർക്കോ കണ്ട ആൾക്കാർ പറയണത് കേട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോറി വലിയ കാര്യമായിട്ടില്ല. ഈ ആർ ഡി എക്സിലും ഇപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് ഇത് പൊറിയതാണ്. പിന്നെ കുഞ്ഞിനെ കുറച്ച് വെച്ച് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു തീ ഉണ്ടാവണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചിടിക്കാനുള്ള റിവെഞ്ച് ഉണ്ടാവണത്. ഇന്നത്തെ ഇപ്പം മാർക്കോയിലും ഇപ്പോൾ അതുപോലെ ഒരു കഥ അധികമൊന്നും ഇല്ലാത്ത പോലെയാണ് ആൾക്കാർ കുറേ പേര് പറഞ്ഞേക്കുന്നത്. എൻ്റെ അടുത്തും കുറേ പേര് പറഞ്ഞു കഥയൊന്നുമില്ല, ലോജിക്കില്ല എന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇങ്ങനെ ചവിട്ടി ഓടണ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണുന്ന അങ്ങനത്തെ 2-3 സീനൊക്കെ, അങ്ങനെ ചവിട്ടി പോണ സീനൊക്കെ കാണുമ്പോൾ യെസ്, ലോജിക്കില്ലാന്ന് മനസ്സിലാവും. പക്ഷേ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ മൂവിയിലാരെങ്കിലും അത്ര ലോജിക്ക് നോക്കാറുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ നോക്കാറില്ല. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഓവറോൾ വയലൻസും കൊള്ളാം. കഥ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിദ്ദീഖിൻ്റെ ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്. ജോർജ് ഡി പീറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേതിൽ ഇച്ചാപ്പി അല്ലല്ലോ അതിനകത്ത്, മിക്കായിൽ അയാളുടെ ഫാദറായിട്ട് പിന്നെ മിക്കായിൽ വെച്ചിട്ട് കൊല്ലണ സീനൊക്കെ ഉണ്ട് സിദ്ദീഖിനെ. പിന്നെ അന്നകത്ത് മാർക്കോ ചാവുന്നുണ്ടോ, മാർക്കോ ലാസ്റ്റ് ചാവുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കൊല്ലുമായിരിക്കൂലേ. എന്തായാലും ഇതൊരു പ്രീക്വൽ പോലെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കുന്നുണ്ട്, അതായിട്ടൊരു ബന്ധവുമില്ല. മാർക്കോ ആ മിക്കായിലിൻ്റെ സ്റ്റോറിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആ ക്യാരക്ടറിനെ മാത്രം എടുത്ത് വേറൊരു സ്റ്റോറി കാണിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആൻഡ് ആക്ച്വലി ഇത് സ്പോയിലേഴ്സാണ്, ഇത് മൊത്തം സ്പോയിലേഴ്സാണ്. ഇനി കാണണമെന്ന് ഞാൻ പറയൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കോ എന്നുള്ളത് ഈ സിദ്ദീഖിൻ്റെ ഫാദർ ഒരു അഡോപ്റ്റ് ചെയ്യണ ഒരു സണ്ണാണ്. അപ്പോൾ അഡോപ്റ്റഡാണ്. ഈ മാർക്കോനെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതാണ്. മാർക്കോ എന്നുള്ളത് അവരുടെ വലിയപ്പച്ചൻ്റെ പേരാണെന്നൊക്കെ പറയണത്. പിന്നെ സിദ്ദീഖ്, പിന്നെ ഒരു ആൻസി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ ഒരു ആളാണ് ഇത് വിക്ടർ എന്ന് പറഞ്ഞ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരാളുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ ആ വിക്ടറെ മരിക്കുന്നതിലാണ് തുടങ്ങുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടറിൻ്റെ ഒരു കൂട്ടുകാരൻ വസീം എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലും. അപ്പോഴാണ് കഥ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ആ വിക്ടർ കണ്ണ് കാണാത്തതുകൊണ്ടൊന്നുമില്ല, പക്ഷേ വിക്ടർ ഒരു പെർഫ്യൂമിസ്റ്റ് ആയതുകൊണ്ട് വിക്ടറിന് ഈ
സെൻസ് വെച്ചിട്ടും കുറേ ടച്ച് വെച്ചിട്ടും ഈ കണ്ണ് കാണാത്തവർക്ക് ബാക്കിയുള്ള സെൻസസൊക്കെ ഭയങ്കര സ്ട്രോങ് ആവുന്ന പോലെ അങ്ങനെ ഇതിൻ്റെ അടുത്ത് സോൾവ് ചെയ്യാറാവുമ്പോഴേക്കും വിക്ടറിനെ കൊല്ലും. ഒരു ഹൈഡ്രോഫ്ലോറിക് ആസിഡിൽ ഇട്ടിട്ട് കൊല്ലും. അപ്പം മാർക്കോ ഇത് അറിഞ്ഞിട്ട് തിരിച്ചു വരും. മാർക്കോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കുടുംബത്തിലുള്ളവർക്കൊക്കെ പൈസയുടെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസിയൊക്കെ കുറേ കാര്യത്തിൽ ഇപ്പം മാർക്കോനെയൊക്കെ തള്ളി പറയുന്ന ആൾക്കാരാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ്. ആൻസി മാത്രമല്ല, പിന്നെ ഇവരുടെ വേറൊരാൾ തലതൊട്ടപ്പൻ, ഇപ്പം വിക്ടറിൻ്റെ തലതൊട്ടപ്പൻ, ആരുടെ തലതൊട്ടപ്പനൊക്കെ എല്ലാവരും മാർക്കോനെയൊക്കെ തള്ളി പറയുമെങ്കിലും ഈ സിദ്ദീഖൊക്കെ ഭയങ്കര കട്ടയാണെങ്കിലും സിദ്ദീഖും ചീത്ത പറയും ഈ മാർക്കോനെ ഇങ്ങനെ ഇത്രയും വയലൻ്റ് ആവണമുണ്ട്. സ്റ്റിൽ ഈ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് കഥ ഇഷ്ടപ്പെടാൻ കാരണം ഇങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കി, പിന്നെ ഇവരുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുമ്പോൾ മാത്രമാണ് ഇങ്ങനെ തിരിച്ചടിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഉണ്ണിമുകുന്ദനെ അവിടെ മാർക്കോനെ അടിച്ചിട്ട് ഏറ്റവും അവസാനത്തെ സീനിൽ അടിച്ചിട്ടിട്ട് ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നത്. എന്നിട്ടാണ് ലാസ്റ്റത്തെ ഫൈറ്റ്. അത് ഒറ്റ ദിവസം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിൽ കഴിഞ്ഞിട്ടാണ് പോയി പുള്ളി മേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ പോയിട്ട് ഇടിക്കുന്നത്. അപ്പം അത്ര നേരം ഇല്ലാത്ത ഒരു ഇത് അത് പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ അതൊരു ലോജിക്കൽ മിസ്റ്റേക്ക് പോലെ. ലോജിക്കലില്ല എന്ന് പറയാമല്ല, സ്റ്റിൽ അത് ഒരു ഇതായിട്ട് തോന്നും. പക്ഷേ മാർക്കോ എന്നുള്ള സ്റ്റോറി നല്ല രസമുണ്ടായി കണ്ടിരിക്കാനും. പിന്നെ BGM വർക്കൊക്കെ നന്നായിട്ടുണ്ട്. രവി ബാസൂറാണെന്ന് തോന്നുന്നു. യെസ്, രവി ബാസൂർ. അത് നന്നായിട്ടുണ്ടായി. പിന്നെ ആ പാട്ടും കുഴപ്പമില്ലായിരുന്നു. മറ്റേ ബ്ലഡ് എന്നുള്ള സോങ് ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അത് ബട്ട് അത് കുഴപ്പമില്ലായിരുന്നു. ആ സോങ് നല്ലതായിരുന്നു. പിന്നെ ചെയ്തവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജഗദീഷ് ഇടയ്ക്ക് എനിക്ക് ഒരു പുള്ളിക്കാരൻ, പക്ഷേ പിന്നെ പറയേണ്ട പുള്ളി ബൈസെക്ഷലാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആവാണ്ട് ആ ലുക്കായിട്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻസൺ പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. റിയാസ് ഖാൻ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട് വന്നിട്ട്. പിന്നെ മാർക്കോടെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, പുള്ളിയുടെ കൈയൊക്കെ വെട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതാരായിരുന്നു? അതാണ് പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റോറി വൈസ് നല്ലതായിട്ടുണ്ട്. ഡയറക്ഷൻ പൊളിച്ചിട്ടുണ്ട്. ഹനീഫ ദേനി ഹി ഡിസേർവ്സ് എ ഗുഡ് അപ്രീസിയേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മിക്കായിൽ കിട്ടാത്ത അപ്രീസിയേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കായിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അന്നത്തെ മറ്റേ സിദ്ദീഖിനെ മറ്റേ മരണം വരും ഒരു നാൾ ഓർക്കുക പുത്ര നീ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിന് അത്ര അപ്രീസിയേഷൻ കിട്ടാത്തത് ഭയങ്കരമായിട്ട് തോന്നി. ബട്ട് ഇത് എന്തായാലും 20th ഡിസംബറിലാണ്. പക്ഷേ ഞാൻ 1-ാം തീയതിയാണ് പോയി കണ്ടത്. എനിക്കറിയാൻ പാടില്ല 1-ാം തീയതി കാണാൻ പാടില്ലാത്ത സിനിമയാണെന്നൊന്നും അറിയാൻ പാടില്ല. എന്നാലും സ്റ്റിൽ ഇത് റേറ്റഡ് മൂവിയാണ്. ആക്ച്വലി ഇത് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ ഞാൻ പാരൻസിനെ വിളിച്ചുകൊണ്ടൊന്നും പോകാൻ പാടില്ല എന്നാണ് ഒരു അഭിപ്രായം ഇവിടെ എനിക്ക്. അവർക്കൊക്കെ എന്തിനാ, കാരണം വയലൻസ് ഈസ് സോ റിയലിസ്റ്റിക്, അതുകൊണ്ട് മാത്രം. സോ ഐ വുഡ് ഗീവ് ദിസ് ഫിലിം എ ഗുഡ്.